Good evening, all. I welcome you all to the awful session on Introduction to Logo Design using Illustrator organized by IEEE CS SBC GECI. The session is handled by Sanjay Pevi, Newsletter Editor, IEEE PES Kerala Chapter. I welcome you, Sanjay, on behalf of all here, and the session is all yours. Over to you. Thank you, Niranjana. Hope I'm audible. Yes. Yeah, okay. Thank you. Okay, first of all, today we are discussing about logo designing, and introduction to logo designing using Adobe Illustrator. Okay, many students കുറേ പേര് ഡൗട്ട് ചോദിച്ചായിരുന്നു. അതായത് ഫോണിൽ ചെയ്യാൻ പറ്റൂലേ, എന്താണ് ഫോണിൽ ഇല്ലുസ്ട്രേറ്റർ ഇല്ലേ, ഫോണിൽ ചെയ്യാൻ പറ്റൂലേ, പി സി വേണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഡീൽ ചെയ്യുന്ന പി സി കമ്പ്യൂട്ടർ ഇല്ലുസ്ട്രേറ്റർ തന്നെയാണ്. ഫോണിൽ ഇല്ലുസ്ട്രേറ്റർ എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി നമ്മുടെ ലാപ്പിൽ ഇല്ലുസ്ട്രേറ്റർ പോലെയല്ല. അത് വരയ്ക്കാനും ബാക്കി വെക്ടർ ഇല്ലുസ്ട്രേഷൻസ് ഒക്കെയാണ് അത് ഉപയോഗിക്കുന്നത്. ഇതിലുള്ള എല്ലാ യൂട്ടിലിറ്റീസും അതിലില്ല. Okay, so we are dealing with what computer illustrator, Adobe Illustrator. So I think നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. So let's start the session. Let me stop. Okay. സ്ക്രീൻ വിസിബിൾ അല്ലേ എല്ലാവർക്കും? നിരഞ്ജനെ? ആടാ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഫൈൻ. സോ നമ്മൾ ഇന്നോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ലോഗോ ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ ഫുള്ളി ലോഗോ ഡിസൈനിങ്ങിന്റെ ഫണ്ടമെന്റൽസോ പ്രിൻസിപ്പിൾസോ അങ്ങനെയുള്ള ടോട്ടലി ഒതന്റിക് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നുമല്ല. നമുക്ക് ഇല്ലുസ്ട്രേറ്റർ ഉപയോഗിച്ച് ഒരു ലോഗോ ഡിസൈനിങ് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഹൗ Illustrator helps us to design a logo using the facilities and utilities of the Adobe Illustrator, and like that, what else, etc. So നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരുപാട് ടൈമൊന്നുമില്ല. എല്ലാ ടൂൾസും പരിചയപ്പെട്ടു പോകാനും എല്ലാ ഫെസിലിറ്റീസ് ഒന്നും അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നമുക്ക് പോകാനുള്ള ഒരു ടൈമില്ല. അപ്പൊ നമുക്ക് ലോഗോ ഡിസൈനിങ്ങിന് ആവശ്യമായ സാധനങ്ങൾ മാത്രം, ഓക്കെ, ബേസിക് ഫണ്ടമെന്റൽസ്, ബേസിക് ഫെസിലിറ്റീസ്, utilities for a basic logo design. So നമുക്ക് ഇതാണ് നമ്മുടെ ഇല്ലുസ്ട്രേറ്റർ. Okay, I am here with Illustrator 2020 and it's somewhat എന്താണ് updated version ആണ്. So if you don't have the Illustrator 2020, the preferences of the Illustrator 2020 when compared to the previous versions are little bit different. കുറച്ച് ഡിഫറെന്റ് ആണ് പ്രിഫറൻസസും അതിന്റെ ഇന്റർഫേസും കുറച്ച് ഡിഫറെന്റ് ആണ്. So keep it that in mind. Okay, നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കുക. ചിലപ്പോൾ ഓറിയന്റേഷൻ മാറ്റമായിരിക്കും, ഓപ്ഷൻസിന്റെ പൊസിഷൻസ് മാറ്റമായിരിക്കും. സോ അതൊക്കെ മൈൻഡിൽ വെച്ച് പഠിക്കും. ഓക്കെ, സോ ഞാനിപ്പോ ഇതൊക്കെയാണ് നമ്മുടെ ഇല്ലുസ്ട്രേറ്റർ. സോ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ആർട്ട് ബോർഡാണ്. ഇവിടെ ഒരുപാട് സൈസ് കാണാം. ഇവിടെ ക്രിയേറ്റ് ന്യൂ ഫയൽസ് ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു A4 ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, ദിസ് പ്ലേസ് where we are creating the design is called what? An artboard. Okay, a canvas. The canvas where we are creating the design is called the artboard. So നമുക്ക് ഒരുപാട് ആർട്ട്ബോർഡ്സ്, ഈ ആർട്ട്ബോർഡ് ടൂൾ ഉണ്ട്. ആർട്ട്ബോർഡ് ടൂൾ ഉപയോഗിച്ച് ഒരുപാട് ആർട്ട്ബോർഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. And custom design, custom sizes, custom heights, custom width. Okay. ഇപ്പൊ ഇതൊരു A4 ആണ്. Okay, so that's what all about artboards. Then here we have tool panels. Then here we have toggles, widgets. Here ഇവിടെയാണ് നമുക്ക് പ്രോപ്പർട്ടീസ് പാനൽ വരുന്നത്. വിൻഡോസിൽ പോയിട്ട് പ്രോപ്പർട്ടീസ് പാനൽ എന്ന് പറഞ്ഞ പാനൽ, പ്രോപ്പർട്ടീസ് എടുത്താൽ ഹിയർ നമ്മളൊരു ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്ത via the height, width, സ്പെസിഫിക്കേഷൻസ്, ലെൻസ്, പാരാമീറ്റേഴ്സ് എല്ലാം ചേഞ്ച് ചെയ്ത് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടീസ് പാനൽ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അതിലോട്ട് കടന്നു വരാം. സോ നമുക്ക് ജസ്റ്റ് ലോഗോ ഡിസൈനിങ്ങിന്റെ ആ ഒരു അതിലേക്ക് കിടക്കാം. സോ എല്ലാ ടൂൾസും പരിചയപ്പെട്ട് പോകാനുള്ള ടൈമില്ല. ഞാൻ ജസ്റ്റ് ഫണ്ടമെന്റൽസ്, വേണ്ട ടൂൾസ് മാത്രം, എസെൻഷ്യൽ ടൂൾസ് ഫോർ ഡിസൈനിങ് ലോഗോ ഇൻ ദിസ് നമുക്ക് ഇന്നത്തെ സെഷനിൽ ഇൻട്രൊഡക്ഷൻ ടു ലോഗോ ഡിസൈനിങ് ആവശ്യമായ സാധനങ്ങൾ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. ഓക്കെ, ഹിയർ വി ഹാവ് ഫസ്റ്റ് ഫോർ സെലക്ഷൻ ടൂൾ. സെലക്ഷൻ ടൂൾ എന്ന് പറയുമ്പോൾ അതിന്റെ നെയിം ഇറ്റ്സെൽഫ് സെലക്ട് ചെയ്യാനുള്ള. നമ്മളിപ്പോ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത ഫോർ സെലക്ടിങ്, ഫോർ ട്രാൻസ്ഫോം, ഫോർ സ്കെയിലിംഗ്, ഫോർ ദ ചേഞ്ചിങ് ദ വിഡ്ത്, ചേഞ്ചിങ് ദ ഹൈറ്റ്, ചേഞ്ചിങ് ദ ഓറിയന്റേഷൻ, ഫോർ റൊട്ടേറ്റിംഗ്, ഫോർ ഫ്ലിപ്പിംഗ്, എക്സെട്ര. അതിനാണ് നമ്മൾ ട്രാൻസ്ഫോം ടൂൾ ഉപയോഗിക്കുന്നത്, സെലക്ഷൻ ടൂൾ. ആൻഡ് ഞാനിപ്പോൾ ചെയ്യുന്ന മനസ്സിലാക്കിയ, as you can see, I am changing the width, length, etc. of the, okay, here rotating, I am flipping, then moving. Okay, so എനിക്കിപ്പോ ഇതാണ് നമ്മുടെ ഷേപ്പ് എന്നുള്ളത്. ഓക്കെ, എനിക്കിപ്പോ എലിപ്സ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്താൽ കറക്റ്റ്. ഓക്കെ, വെയിറ്റ്. ഓക്കെ, ഇതിപ്പോ ജസ്റ്റ് ഒരു എലിപ്സ് ആണ്. ഓക്കെ, ഞാനിപ്പോ ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്തു. എനിക്ക് ഇത് യൂണിഫോം ആയിട്ട്, സോ ഫോർ യൂണിഫോം സ്കെയിലിംഗ് ഞാനിപ്പോ സ്കെയിൽ ചെയ്യുമ്പോൾ കണ്ട അതിന്റെ വിഡ്ത്തും ഹൈറ്റും ചേഞ്ച് ചെയ്യുന്നത്.
So for uniform scaling of the object, I have to press shift and then drag and transform like this. So we have the uniform scaling of the objects without what a congruent shape based on the parent object. നമുക്ക് കിട്ടും. So അങ്ങനെയാണ് transform tool. Then direct selection tool. Then we have direct selection tool. Somewhat it will different from direct selection tool, that we can see here a vertex, here there's a vertex. That vertex is something that the points that the made up of a shape is made up of vertexes. ഒരു ഈ വേർട്ടെക്സ് ആണ് ഷേപ്പിന്റെ ഒരു ഒരു ഒബ്ജക്റ്റിന്റെ ഷേപ്പ് നിർണ്ണയിക്കുന്നത്. സോ ഹിയർ യൂസിംഗ് ദിസ് ഡയറക്ഷൻ സെലക്ഷൻ ടൂൾ വി ക്യാൻ ചേഞ്ച് ദ വേർട്ടെക്സ് ദാറ്റ് ഡിറ്റർമൈൻസ് ദ ഷേപ്പ് ഓഫ് ദ ഒബ്ജക്റ്റ് ലൈക്ക് ദിസ്, ആൻഡ് I can change the path, the curvature, the orientation, the shape of the complete object. So that's all about direction selection tool. Then we have pen tool, like just click and then draw like this, like this. Okay, this tool helps us to create a logo. Once again, okay, ഇത് വെച്ച് നമുക്ക് നമ്മുടെ ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് പെൻ ടൂൾ മാത്രം ഉപയോഗിച്ച് ചെയ്യാം. അത് ഞാൻ അതിലോട്ട് കടന്നു വരാം. ഓക്കെ, എന്റെ ഓഡിയോന് പ്രശ്നമൊന്നുമില്ലല്ലോ, വീഡിയോ ഒക്കെ കൃത്യം കാണുന്നുണ്ടല്ലോ അല്ലേ? നിരഞ്ജന, ഹലോ. കാണാൻ പറ്റുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, താങ്ക് യു. ദെൻ ഓക്കെ, ഞാനിപ്പോ ഒരു കാര്യം ചെയ്യാം. ദെൻ നമുക്ക് നെക്സ്റ്റ് ഷേപ്പ് ബിൽഡർ ടൂൾ ഉണ്ട്, പാത്ത് ഫൈൻഡർ ഉണ്ട്. ദെൻ ലൈൻസ് ഉപയോഗിച്ച് ഷേപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് പിന്നെ കളേഴ്സ്, ഗ്രേഡിയൻസ്, ഒരു ലോഗോ, ബേസിക് ലോഗോ നമ്മൾ ഡിസൈൻ ചെയ്യാം. അതിലോട്ട് വരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു ഒരു ടെക്സ്റ്റ്, ഹിയർ വി ഹാവ് എ ടെക്സ്റ്റ് ടൂൾ. ഞാനൊരു ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്തു ആൻഡ് ജസ്റ്റ് ടൈപ്പ് ലോഗോ. ഓക്കെ, ലോഗോ. ഞാൻ ഇതിനൊരു ഓക്കെ, നമുക്ക് ഇവിടുന്ന് അതിന്റെ ഫോണ്ട് മാറ്റാൻ പറ്റും. അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതി തുടങ്ങാം ഈ ഒരു ലോഗോ ഡിസൈനിങ്ങിന്റെ. ഓക്കെ, ഇപ്പൊ നമുക്കൊരു ടെക്സ്റ്റ് ഉണ്ട്, എനിക്ക് ഈ ടെക്സ്റ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ വെച്ചാൽ ഒരു ലോഗോ ആയിട്ട് എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും നോക്കാം. ഇപ്പൊ ഇതൊരു ടെക്സ്റ്റ് ഫയലാണ്. അപ്പോൾ ഞാൻ ഇതിനെ ഒരു ഷേപ്പ് ആക്കി മാറ്റണം, അല്ലെങ്കിൽ ഒരു വെക്ടർ ഫയൽ ആക്കി മാറ്റണം. അങ്ങനെയാണ് സോഴ്സ് ഫർദർ ഐ ക്യാൻ മാനിപ്പുലേറ്റ് ദാറ്റ് ഷേപ്പ് into various colors, various sizes, various orientations. അപ്പോൾ ഞാൻ ഇതിനെ എങ്ങനെ വെക്ടർ ഫയൽ ആക്കുന്ന വെച്ചാൽ ജസ്റ്റ് ക്ലിക്ക് ദാറ്റ് ടെക്സ്റ്റ്, ദെൻ എഫക്റ്റ് ടൈപ്പിൽ പോയിട്ട് ക്രിയേറ്റ് ഔട്ട്ലൈൻസ് എന്നുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. എങ്ങനെ വെച്ചാൽ ലോഗോ ടൈപ്പ് ക്രിയേറ്റ് ഔട്ട്ലൈൻസ്. സോ ദാറ്റ് കണ്ടോ, ആ ടെക്സ്റ്റ് എന്നുള്ള സാധനം മാറി നമുക്കൊരു ഷേപ്പ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഷേപ്പ് ഇതൊറ്റയാണ്. സോ വി ക്യാൻ അൺഗ്രൂപ്പ് ദാറ്റ്, സോ ദാറ്റ് ഇൻഡിവിജ്വൽ പാർട്സ് നമുക്ക് ആ ഇൻഡിവിജ്വൽ പാർട്സ് ആയിട്ട് കിട്ടും ലോഗോ. ഇത് നമുക്ക് ഈ ഓരോ ഷേപ്പ് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ഡയറക്ട് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ഞാൻ ഇതിന്റെ വേർട്ടെക്സ് രണ്ടും സെലക്ട് ചെയ്തു. ഐ ക്യാൻ ലിഫ്റ്റ് ദം അപ്പ് ബൈ പ്രസിംഗ് ഷിഫ്റ്റ്. ഞാനിപ്പോ ഒരു വേർട്ടെക്സ് സെലക്ട് ചെയ്തു. ഐ സെലക്ടഡ് എ വേർട്ടെക്സ്, ദെൻ ഐ ഹാവ് ടു സെലക്ട് നെക്സ്റ്റ് വേർട്ടെക്സ്. സോ ഫോർ multiple selection of the vertex or objects, we have to press shift and then select. So I clicked and select this vertex, then I click shift and then select next vertex. So simultaneously these two vertices selected now, and I can lift them up like this. Okay, here we can see I just manipulated that L. ഞാൻ ഒരു വേറൊരു തരത്തിലാക്കി. എനിക്ക് വേണം ഇനി ഡ്രാഗ് ചെയ്ത് ഇത്രയും വേർട്ടെക്സ് സെലക്ട് ചെയ്യാൻ പറ്റും. അതിങ്ങനെ വെയിറ്റ് മിനിറ്റ്. ഇതുപോലെ നീക്കാൻ പറ്റും. ഓക്കെ, ഇനി വേർട്ടെക്സ് ഡിലീറ്റ് ചെയ്യണം, അങ്ങനെ ചെയ്യാം. ഓക്കെ, ഞാനിപ്പോ ജസ്റ്റ് ഒരു ലോഗോ എന്നുള്ള രീതിക്ക് ഒരു സർക്കിൾ വരച്ചു. ഞാൻ ഇവിടെ കൊണ്ടുവച്ചു. ഓക്കെ, ബാക്കി ഞാൻ പാത്ത് ഫൈൻഡർ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഡയറക്ട് സെലക്ഷൻ ടൂള് പഠിച്ച് നമ്മൾ ഒരു ടെക്സ്റ്റിനെ എങ്ങനെ ഷേപ്പ് ആക്കി മാറ്റുന്നു, അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന എങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്ന വെച്ചാൽ ഷേപ്പ് ബിൽഡർ ടൂളാണ്. ഷേപ്പ് ബിൽഡർ ടൂൾ എന്ന് പറയുമ്പോൾ ഐ ഹാവ് 2 ഷേപ്സ്. ഓക്കെ, എനിക്കിപ്പോ ഒരു ചന്ദ്രക്കല പോലെ ഒരു ഷേപ്പ് ആണെന്ന് വെച്ചോ. ഒരു ഹാഫ് മൂൺ ആണെങ്കിൽ നമുക്കിപ്പം എങ്ങനെ ചെയ്യുന്ന വെച്ചാൽ ഞാനൊരു ഫസ്റ്റ് ഓഫ് ഓൾ ഐ ക്രിയേറ്റഡ്
circle. Then I created a smaller circle again. Over that first circle, parent circle, then I just change that color. Okay. അത് ഫ്രണ്ട് കൊണ്ടുവന്നു. ഫ്രണ്ട് കൊണ്ടുവന്നു വെച്ചാൽ ഇവിടെ ലേയേഴ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. വിൻഡോയിൽ പോയാൽ ലേയേഴ്സ് കാണാൻ പറ്റും. വിൻഡോ വി ഹാവ് ലേയേഴ്സ് ഓപ്ഷൻ. ദെൻ വി എക്സ്പാൻഡഡ് ഇറ്റ് സോ ദാറ്റ് കണ്ടു നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത 2 ഷേപ്സ് ഇവിടെ ഉണ്ട്. സോ നമുക്ക് ഇവിടെ ഇതിനെ വേണം അടിയിൽ കൊണ്ടുവിടാം, ഇതിനെ വേണം മേളിൽ കൊണ്ടുവെക്കാം. കണ്ടോ അതിന്റെ ഇത് മാറ്റാൻ പറ്റും. സോ ഇവിടെ നമുക്കൊരു ചന്ദ്രക്കല വന്നില്ലേ, ഞാൻ പറഞ്ഞ ആ ഒരു ഷേപ്പ് ഹാഫ് മൂൺ നമുക്ക് കിട്ടി. സോ ഇതിനെ നമ്മൾ ഇൻഡിപെൻഡന്റ് ഷേപ്പ് ആക്കി മാറ്റണം. സോ നമുക്ക് ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യണം അല്ലെ, ഈ ഷേപ്പിൽ നിന്ന് ഈ ഷേപ്പ് മൈനസ് ചെയ്യണം. ജസ്റ്റ് 2 സെലക്ട് ചെയ്യുക, ഈ 2 സെലക്ട് ചെയ്ത് ദെൻ പാത്ത് ഫൈൻഡർ ഓപ്ഷൻ, ആദ്യം പാത്ത് ഫൈൻഡർ പറയാം. പാത്ത് ഫൈൻഡർ ഓപ്ഷൻ ഉണ്ട്. പാത്ത് ഫൈൻഡർ ഇവിടെ വിൻഡോയിൽ പോയാൽ പാത്ത് ഫൈൻഡർ കാണാൻ പറ്റും. പാത്ത് ഫൈൻഡർ ദെൻ വി ഹാവ് നമ്മൾ എന്താണ് വി ലേൺഡ് എന്താണ് വാട്ട് യൂണിയൻ, ഇന്റർസെക്ഷൻ, സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ ഇൻ മാത്സിൽ സെറ്റ്സിൽ പഠിച്ചിട്ടുണ്ട്. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നവരാണെങ്കിൽ റിലേഷണൽ ഡാറ്റാബേസ് പഠിക്കുമ്പോൾ പഠിക്കും ഈ സെറ്റ്സ് ഓപ്പറേഷൻ. യൂണിയൻ എന്ന് പറയുമ്പോൾ ഈ 2 ഷേപ്പ് ഞാൻ സെലക്ട് ചെയ്ത് യൂണിയൻ ചെയ്താൽ അത് രണ്ടും കൂടി ഒരു ഷേപ്പായി. ഓക്കെ. വെൻ ഫ്രണ്ട് മൈനസ് എന്ന് പറയുമ്പോൾ ഫ്രണ്ടിലുള്ള ഒബ്ജക്റ്റ് മൈനസ് ആയി, പഴയ ഷേപ്പിൽ നിന്ന് ഫ്രണ്ടിലുള്ള ഒബ്ജക്റ്റ് മൈനസ് ആയി. സോ ദാറ്റ് ഐ ഗോട്ട് എ ഹാഫ് മൂൺ ഷേപ്പ് ഹിയർ. ആ ചന്ദ്രക്കല പോലുള്ള ഒരു ഷേപ്പിന് കിട്ടി. ഓക്കെ. നെക്സ്റ്റ് വി ഹാവ് ഇന്റർസെക്ഷൻ. ഇന്റർസെക്ഷൻ മീൻസ് ആ ഇന്റർസെക്ട് ചെയ്യുന്ന ഷേപ്പിന്റെ ബാക്കി ഒഴിച്ച് ബാക്കിയൊക്കെ പോകും. വെൻ വി ഹാവ് ഇന്റർസെക്ഷൻ വെച്ച് ബാക്കിയൊക്കെ ഉള്ള ഷേപ്പ് വരും. ദാറ്റ് എന്താണ് പേര്, എക്സ്ക്ലൂഡ്. ഇവിടെ കാണിക്കുന്ന പോലെ ഈ ഒരു ഷേപ്പ് മാത്രം എക്സ്ക്ലൂഡ് ആവും, ലൈക്ക് ദിസ്. ഓക്കെ. അപ്പൊ ഇതാണ് പാത്ത് ഫൈൻഡർ. ഓക്കെ. നെക്സ്റ്റ് ഞാൻ ഷേപ്പ് ബിൽഡർ പരിചയപ്പെടുത്താറ്. ഷേപ്പ് ബിൽഡർ എന്ന് പറയുമ്പോൾ ഇപ്പോ 2 ഷേപ്പ് ഉണ്ടാക്കി, ഇനി എനിക്ക് ചന്ദ്രക്കല മാത്രം എടുക്കണമെങ്കിൽ എനിക്ക് ഷേപ്പ് ബിൽഡർ ടൂൾ ഉണ്ട് ഇവിടെ. ഷേപ്പ് ബിൽഡർ ടൂൾ ഇട്ട് എനിക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ. എനിക്കിപ്പോ അതൊരു സെപ്പറേറ്റ് ഷേപ്പ് ആയിട്ട് കിട്ടാൻ പറ്റും. കാണണ്ടേ, ഇത് വേറെ ഷേപ്പ്. ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഒരുപാട് സർക്കിൾ വരച്ച് കണ്ടോ, നമുക്ക് ഷേപ്പ് ബിൽഡർ ടൂൾ ഉപയോഗിച്ച് ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഏതൊക്കെ ഷേപ്സ് ആണോ യൂണിയൻ ചെയ്യേണ്ടത് അതിലേക്ക് ചുമ്മാ ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, അപ്പൊ അതൊറ്റ ഷേപ്പായി. നെക്സ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യും, ഇതൊരു ഷേപ്പായി. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യും, ഇവിടെ ഷേപ്പായി. ഓക്കെ. നെക്സ്റ്റ് ഇത് മാത്രം കണ്ടോ, നമ്മൾ ഡ്രാഗ് ചെയ്ത് മാത്രം ഒരു ഷേപ്പായി വന്നിട്ടുണ്ട്. സോ ദാറ്റ്സ് ദ എന്താണ് ആ ഒരു യൂട്ടിലിറ്റി എന്ന് പറയുന്ന ആ ഒരു ഷേപ്പ് ബിൽഡർ ടൂൾ എന്ന് പറഞ്ഞാൽ അത്രയാണ്. വി ഹാവ് ടു എന്താണ് ഫോർ ക്രിയേറ്റിംഗ് കസ്റ്റം ഷേപ്സ് ഫ്രം വേരിയസ് ഷേപ്സ്. നമ്മൾ യൂണിയൻ ചെയ്ത് പാത്ത് ഫൈൻഡറിൽ യൂണിയൻ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. സോ അത് അത്രയാണ് ഷേപ്പ് ബിൽഡർ ടൂൾ. സോ ഞാൻ ജസ്റ്റ് ലോഗോ ഡിസൈനിങ് അതിലേക്ക് കിടക്കുവാണ്. സോ ഞാൻ ജസ്റ്റ് ഒരു ആർട്ട് ബോർഡ് ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ഒരു സ്മോൾ ആർട്ട് ബോർഡ് ക്രിയേറ്റ് ചെയ്തു യൂസിങ് ആർട്ട് ബോർഡ് ടൂൾ. ഓക്കെ. ഹിയർ വി ഹാവ് ആർട്ട് ബോർഡ് ടൂൾ. ഹിയർ നമുക്ക് ചുമ്മാ ഡ്രാഗ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചുമ്മാ ഒരു എന്താണ് ഓക്കെ ഈ ലോഗോ തന്നെ ഇത് ഞാനിവിടെ ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്ത് നേരത്തെ. എനിക്ക് ഒരു സർക്കിളും കൂടി ഒരു ഇതിന്റെ ഒരു ക്ലോൺ ഉണ്ട്, ഒരു കോപ്പി ഉണ്ട്. Ctrl+C Ctrl+V എടുക്കാം, അങ്ങനെയാണ് വരും. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഓൾട്ട് അടിച്ച് പ്രസ് ചെയ്ത് നീക്കി വെക്കാം. ഓക്കെ. ഐ ഗോട്ട് എ ക്ലോൺ ഹിയർ. ഞാൻ നെക്സ്റ്റ് അതിനെ ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്തു, അതിന്റെ കളർ ജസ്റ്റ് ഒന്ന് മാറ്റി. ഓക്കെ. ഞാൻ എന്നിട്ട് ആ ലെയറിനെ അടിയിലേക്കാക്കി. അത് ഷോർട്ട് കട്ട് ഉണ്ട്, ഷിഫ്റ്റ് കൺട്രോൾ പിന്നെ മറ്റേ ഫ്ലവർ ബ്രാക്കറ്റ് ഇല്ല, ഓപ്പൺ ക്ലോസ്, അത് പ്രസ് ചെയ്തുകൊണ്ടെന്നാൽ നമുക്ക് ടോപ്പ് ഡൗൺ ഇതിനെ ടോഗിൾ ചെയ്ത് മാറ്റാൻ പറ്റും. സോ ഐ ജസ്റ്റ് ആ എല്ലിന്റെ മുകളിൽ കൊണ്ടിട്ടു. നെക്സ്റ്റ് ഞാൻ ഈ 2 ഷേപ്പും അലൈൻ ചെയ്തു. വെർട്ടിക്കൽ അലൈൻ, സെൻട്രൽ അലൈൻ, ഇതൊക്കെ അലൈൻ ബട്ടൺസ് ഒക്കെ മുകളിൽ കാണാം. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും, ഞാൻ എല്ലാം പറഞ്ഞു പോകാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ടൈമില്ല. സോ ഐ ജസ്റ്റ് സെൻട്രൽ അലൈൻ, ഹൊറിസോണ്ടൽ അലൈൻ ഒക്കെ ചെയ്തു. അതിന് 2 ഇവിടെ കൊണ്ടുവച്ചു. എനിക്കിനി ഈ എല്ലിന്ന് ഈ ഒരു പിങ്ക് മൈനസ് ചെയ്യണം. സോ ഞാൻ ആ എൽ ഷേപ്പ് സെലക്ട് ചെയ്തു, പിങ്ക് സർക്കിൾ സെലക്ട് ചെയ്തു, ദെൻ പാത്ത് ഫൈൻഡർ എടുത്തു, ഫ്രണ്ട് മൈനസ് അടിച്ചു. ഓക്കെ. ഐ ഗോട്ട് സബ്ട്രാക്റ്റഡ്. ആ ഷേപ്പ് എന്റെ എല്ലിന് സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് do we get certificate at the end of the session? Okay, we will be communicating. Actually, who asked the question? At the end, you will be getting all the details about the certificates and whatever it's. Okay, thank you, sir. Okay. Okay. So I got subtracted, that shape got subtracted from my L. So I just changing the color of this circle to yellow. Okay. Next I am going to manipulate the G. I selected the vertex and I just lift them up like this.
Then I just alt press and then drag select the circle. I just ഞാൻ ചെറുതാക്കി എന്നിട്ട് ഇവിടെ കൊണ്ടുവച്ചു. ഓക്കെ ഓക്കെ അതിൻ്റെ ഒരു ക്ലോൺ എടുത്തു, Ctrl+C Ctrl+V കോപ്പി എടുത്തു. I just expanded it. I just layer down ചെയ്തു. I just down the layer top of the G. Okay, I have now smaller circle and a bigger circle. I just central align, horizontal line. Okay, next I want to subtract this larger circle from my G. Okay, next I go to Pathfinder, then I minus front. Okay, I got subtracted. Okay, next I just okay. This is a basic typography logo, and we have different types of logos: symbols, emblems, typography. Okay, just I just moved it into this artboard. Okay, we have a logo here, and we can have a title, a caption or a tagline. Sorry. I just rotated this. Okay, this is a basic logo. This is a somewhat basic logo, and I'm going to next with we can have a tool blend. Some of you may heard that. Okay, blend means നമുക്കൊരു ഷേപ്പിലേക്ക് another ഷേപ്പിനെ ബ്ലെൻഡ് ചെയ്യണം. Blend means ആ ഷെയ്ഡിലേക്ക് നമുക്ക് ഈ ഒരു ഷെയ്ഡ് കൊണ്ടുവരണം. Okay, I'm just creating a circle. We can have this like as a violet circle. Okay, a purple circle. Then I just sorry. Then I cloned it, a pink circle. Okay, here there's a color difference because I just created a artboard of CMYK color. Here we have to choose RGB color. Okay, while the time of creating, you have to select the color mode of the artboard. So we should select the RGB color for design. CMYK is for printing purposes, for printing banners and all that like that. So I'm going for RGB color. Okay, I just move this into my new artboard and change the color to violet. Okay, fine. Then to pink. Okay, fine. Then I created a rectangle of color like this. Okay, now you can see here the blend tool. Okay, I just double click the first circle, then I click and drag it to the next shape so that it got blended into the next shape. Okay, ഞാൻ ബ്ലെൻഡ് ടൂൾ സെലക്ട് ചെയ്തു, ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തു. കണ്ടോ, ഡബിൾ ക്ലിക്ക് ചെയ്തു, ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തു. ഓക്കെ, വി ഗോട്ട് എ ഷേപ്പ് ലൈക്ക് ദിസ്. ഓക്കെ, നമുക്കിനി ഇത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും ബിക്കോസ് എങ്ങനെ direct selection tool, using direct selection tool we can manipulate this like this. Okay, yeah, we got a nice shape, right? Okay, name goes here, and if there's a caption or tagline, you can have this in the down. Like this. Okay, we can. Okay, this is our first logo. Okay, then I will be creating another logo. I just created another artboard using artboard tool. ഞാൻ ഒരു ആർട്ട്ബോർഡ് ക്രിയേറ്റ് ചെയ്തു, ആർട്ട്ബോർഡ് ടൂൾ വെച്ച് പുതിയ ആർട്ട്ബോർഡ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഞാനൊരു ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ പോണ്. എനിക്കൊരു ആർട്ട് എന്താണ്, ഓക്കെ സോറി, ബീറ്റ്സ്. ഓക്കെ, ബീറ്റ്സ് എന്നുള്ളൊരു ബ്രാൻഡിന് വേണ്ടി നമുക്കൊരു ലോഗോ ക്രിയേറ്റ് ചെയ്യണം.
സോ ദിസ് സംവാട്ട് നമുക്കൊരു ആസ്തറ്റിക്സ്, ഇതിപ്പോൾ സിമ്പിൾ ആയി പോയി, കുറച്ച് ആസ്തറ്റിക്സ് ഒക്കെ കേട്ടിട്ട് യൂസ്. ഓക്കെ, നമുക്കൊരു ലോഗോ ക്രിയേറ്റ് ചെയ്യാം. സോ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു എലിപ്സ് ക്രിയേറ്റ് ചെയ്തു, ഒരു സ്മോളർ എലിപ്സ് ക്രിയേറ്റ് ചെയ്തു. സോറി, Control C, Control V, take a copy of the first ellipse and then little bit small. Okay, vertical align, horizontal align. Then okay, take the go to Pathfinder, then minus the front so that we can have a shape like O. Okay, so here the first shape. Then ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ബീറ്റ്സ് എന്നുള്ള ബി ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് ദ ലെറ്റർ ബി ഓഫ് ദ ബീറ്റ്സ്. സോ നമുക്ക് ഈ ബിയുടെ വാല് ക്രിയേറ്റ് ചെയ്യണം അല്ലേ. സോ നമ്മൾ എന്താണ് റെക്ടാങ്കിൾ ടൂൾ എടുക്കുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഒരു ഷേപ്പ് ഉണ്ടാവുക. ഓക്കെ, ലൈക്ക് ദിസ്. ഓക്കെ, ബി വന്നു. ഞാൻ ജസ്റ്റ് ഇതിൽ പോയാൽ നമ്മൾ ഈ ഒരു റെക്ടാങ്കിൾ കണ്ട ഇതിന്റെ എൻഡിൽ ഒരു പോയിന്റ്സ് കാണാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത ആ ഒരു ഷേപ്പ് റൗണ്ട് ആവും. വി ക്യാൻ റൗണ്ട് ദ കോർണേഴ്സ് using these dots, these controlling dots. Okay, I got B. Anything color or the kutapanana. Okay, I am going to style the B letter of the brand beats. So first of all, ഞാൻ ഈ ഷേപ്പ് യൂണിയൻ ചെയ്യുകയാണ്. ഓക്കെ, യൂണിയൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിന്റെ ഒരു കോപ്പി എടുത്തു. I just clone this whole shape. Okay, I just union this B as whole one. Okay, I got a B. Then I just change the color into some greenish or something. Okay, green. Okay, got a green B. Then we have to add a shadow here. Let me show you how it's going to be. Okay, ഞാൻ ഇതിനെ minus front ചെയ്തു so that I got a shape like this. Okay, next I need only portions for here for some shadow. So I just selected direct selection tool and I selected the unwanted vertex and click delete. Okay, I got this shape. Then I go back to the parent shape. I just place this shape here and okay, for creating a shadow in the shape we have a tool for creating gradient here. ഇവിടെ ഒരു gradient tool ഉണ്ട്. നമ്മുടെ അവിടെ just select that gradient and double click on the newly created shape. Okay, so the gradient is created now and നമുക്ക് അതിന്റെ color change ചെയ്യണം. So we have to change the color of the gradient. So just click the gradient so that here we can see the color changing dots for this gradient. So double click that gradient and change the color to like this. Then same color of the B so that it created a shadow like. Okay, now it's fine. ബാക്കി നമുക്ക് ഈ ബീറ്റ്സിന്റെ ബീറ്റ്സ് എടുത്ത് നോക്കാം. Okay, it's ready and it's now a logo and you can add your own custom shapes or taglines or other aesthetic. എന്തുകൊണ്ട് നമുക്ക് ചെയ്ത് ഇപ്പോൾ ഇതിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഈ ഒരു ഷേപ്പിനെ we can convert the shape into a rasterized object. ഈ ഒരു ടെക്സ്റ്റിനെ ഷേപ്പ് ആക്കി മാറ്റാം. ടൈപ്പിൽ ക്രിയേറ്റ് ഔട്ട്ലൈൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ ക്രിയേറ്റ് ഔട്ട്ലൈൻസ്. So this has turned into shape. Now I can manipulate this shape by I just drew a rectangle here and I'm selecting this T and the newly created rectangle. Then I have to ungroup this, selected and click minus front so that the T is got splitted. Now I can ungroup this shape and select this head of the T and change the color of that. Okay, now it's fine. ഇതുപോലെയൊക്കെയാണ് ചെയ്യുന്നത്. ഇനി പെൻ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഞാനൊരു
Okay, wait a minute. ഫസ്റ്റ് പറഞ്ഞത് പെൻ ടൂൾ വെച്ച് നമുക്ക് ലോഗോ ആക്കാൻ പറ്റുന്നു. പെൻ ടൂൾ നമുക്ക് വേണ്ട ഷേപ്പിൽ എങ്ങനെയാ വെച്ചാൽ നമ്മളിപ്പോ ഒരു ഇത് കണ്ടോ, ഇതൊരു ലോഗോയുടെ സ്കെച്ചാണ്. ഓക്കെ ഓക്കെ, നമ്മൾ ഇമേജ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഫോർ ഇൻസേർട്ടിങ് ആൻ ഇമേജ് ഇൻ ഇല്ലുസ്ട്രേറ്റർ either you can directly open it from file, open, then select browse the file you want to insert, or നമുക്ക് click and drag, click, then release it into the Illustrator artboard. Okay, I got it here. ഓക്കെ, എനിക്കിപ്പോ ഈ ഒരു സ്കെച്ച് നമ്മളിപ്പോ ക്ലയൻസിനെയൊക്കെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഒരു ലോഗോ ഡിസൈൻ ഒക്കെയാണ് ക്ലയൻസ് ഒക്കെ തരുക, സ്കെച്ച് ആയിരുന്നു ലോഗോയുടെ സ്കെച്ച് എന്നിട്ടോ ഇതുപോലെ ആക്കണം, അല്ലെങ്കിൽ ദേ പ്രൊവൈഡ് us a sketch of a logo so that we can make the exact ditto product of that sketch. So okay, I just selected this image, then I just selected pen tool, I just clicked here, then I just clicked here, then I curved it like this. Okay, then I clicked it in the point, so I want to end that curve. Okay, then what we have to do is just go to properties panel, just decrease the transparency of the tool of that shape, so that അതങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് നേരെ വിൻഡോസിൽ പോവാം, സെലക്ട് പ്രോപ്പർട്ടീസ് പാനൽ പോയി ഇവിടെ ഒരു ഓപ്ഷൻ കാണാം ഒപ്പാസിറ്റി പോയി ട്രാൻസ്പെറൻസി കൂടുക, increase the transparency so that we can see through it in. Okay, next I just clicked here, clicked here, then here. ലൈക്ക് ദിസ് അങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കർവ് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ഷേപ്പ് ഉണ്ടാകാൻ പറ്റും ആ ഒരു സ്കെച്ചിന് ബേസ് ചെയ്തിട്ട്. ഇതൊരു ഇങ്ങനെ ചെയ്യാം, ബട്ട് ഇതൊരു സാറ്റിസ്ഫൈങ് ടെക്നിക് അല്ല. ഇറ്റ്സ് നോട്ട് സാറ്റിസ്ഫൈങ് വേ ടു ക്രിയേറ്റ് എ ലോഗോ ഫോർ ദിസ്, ബിക്കോസ് നമുക്ക് സിമെട്രിക് ആയിട്ട് ഒരു ലോഗോ ചെയ്യേണ്ടി വരും, കറക്റ്റ് മെഷർമെന്റ്സിൽ ബേസ്ഡ് ലോഗോ ചെയ്യേണ്ടി വരും. അപ്പോൾ കറക്റ്റ് കർവേച്ചർ ഒന്നും പെൻ ടൂൾ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടില്ല. അത് നമ്മൾ ഷേപ്പ് ചെയ്ത ടൂൾ ഉപയോഗിച്ച് നമ്മൾ ലോഗോ ക്രിയേറ്റ് ചെയ്യും. അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു ഇമേജ് എടുത്തു, ഇതാണ് നമ്മുടെ റെഫറൻസ് ഇമേജ്. ഞാൻ ജസ്റ്റ് ലെയേഴ്സ് പോയി ആ ഇമേജ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തു, ആ ഇമേജ് ഇവിടെയാണ്, ആ ഇമേജ് ഞാൻ ലോക്ക് ചെയ്തു, സോ ദാറ്റ് വി കുഡ് അവോയ്ഡ് ദ അൺവാണ്ടഡ് മൂവ്മെന്റ്സ് ഓഫ് ദാറ്റ് ബേസ് ഇമേജ്. സോ ഞാൻ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഐ ജസ്റ്റ് സെലക്ടഡ് ദ എലിപ്സ് ടൂൾ, ഐ ക്രിയേറ്റഡ് എൻ എലിപ്സ് ലൈക്ക് ദിസ്. ഓക്കെ, ഐ ജസ്റ്റ് എന്താണ് ഇതിന്റെ സ്ട്രോക്ക്, ഇതിന്റെ ഇത് നമുക്ക് ഇവിടെ മാറ്റാം. പ്രോപ്പർട്ടീസ് പാനലിൽ പോയാൽ ഇതിന്റെ ഫിൽ കളർ മാറ്റാൻ പറ്റും. We can change the fill to no fill color like this. Okay, and create a stroke for this shape like this. Okay, I got a stroke here for this ellipse so that I can easily identify the shape. Okay, I'm just adjusting it into this curvature like this. Then I cloned in a circle. I just here placed like this for this curve. Then I cloned again. I just placed here. Okay, again cloned, placed here. I just expanded it because this curvature is somewhat big, so we have to create a circle of big curvature. Okay, now it's perfect. Okay, now we want some smaller circle here. Control C, Control V. I got a clone. Next I just decreased it. Okay, I just it's got perfectly fitted into this. Okay, next we have a small nose here. I think it's a dog, right? Okay, whatever it be. It's a small nose for, okay, we just missed this curvature, this curve, so just clone a circle, next place it here. Okay, perfect. Oh, here other, okay, അവിടെ ഉണ്ട്. Okay, അവിടെ ഒരു സ്മോൾ നോസ് ഉണ്ടല്ലേ, സോ അതിന് നമ്മൾ എന്ത് ചെയ്യുക, ലൈൻസ് വരുത്താം. ഇവിടെ ഒരു ലൈൻ ടൂൾ എടുക്കുക, just click and drag a line here, then a line here. Okay, I think here is a I. Okay, നമുക്ക് പിന്നെ ചെയ്യാം. Okay, പോട്ടെ. നമ്മൾ create an ellipse. Okay, placed it to the dog's eye. Okay, perfect. Okay, we got set up
all the stroke needed for making a logo of the sketch, right? നമുക്കിപ്പോ ഈ ഒരു സ്കെച്ചിന് ലോഗോ ആക്കാൻ ലോഗോ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സ്കെച്ചും റെഡി. സോ നമുക്ക് ഇതിന് ഷേപ്പ് എക്സ്ട്രാക്ട് ചെയ്യണം. സോ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ആൻഡ് ഡ്രോ ഓൾ ദി ഷേപ്സ്. ഓക്കെ, ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ഓൾ ദി ഷേപ്പ്. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് എല്ലാ ഷേപ്പും സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഷേപ്പ് ബിൽഡർ ടൂൾ പോവാം. ഓക്കെ, എന്തായാലും ഈ ഓക്കെ നമ്മൾ ഇവിടെ ഒരു മിസ് ചെയ്തു. ഇവിടെ കാലിന്റെ പോർഷനിൽ അവിടെ ഒരു സർക്കിൾ ഉണ്ട്. ജസ്റ്റ് മിസ് ദ dots like here. Okay, its curvature is somewhat little. So okay. Yeah, perfect. Okay, next click and drag all the shapes. Next select shape builder tool. Next click and ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക യൂണിയൻ ഷേപ്പ്. ഓക്കെ, അതൊരു ഷേപ്പായി. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്ത് നെക്സ്റ്റ് ഷേപ്പ് സെലക്ട് ചെയ്യുക. Again, it's a new shape. Click, drag like this. Next, click, drag. Okay. Then click. Sorry. Okay, it's quite difficult to navigate the drag bar into this nose. So I just click the nose individually. I selected all the shapes and just clicked. ഞാൻ വെറുതെ ചുമ്മാ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തു. Okay, fine. ഇനി ഒന്ന് സെലക്ട് ചെയ്തു. ഞാൻ ഷേപ്പ് ബിൽഡർ ടൂൾ എടുത്തു. എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ട ഷേപ്സ് ഒക്കെ ക്ലിക്ക് ചെയ്തു, ആൾട്ട് ക്ലിക്ക് ചെയ്ത് കളയാൻ പറ്റും. കണ്ടോ, ക്ലിക്ക് ചെയ്തു, ആൾട്ട് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് നാവിഗേറ്റ് ചെയ്ത് നമുക്ക് വേണ്ടാത്ത ഷേപ്സ് ഒക്കെ അങ്ങ് പോയിക്കോളും. ആൾട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ നാവിഗേറ്റ് ചെയ്താൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ബൈ പ്രസിംഗ് സൈമിൾട്ടേനിയസ് പ്രസിംഗ് ദ ഓൾട്ട് കീ ഓഫ് ദ കീബോർഡ്. പോയി. Okay. We got a nose here. Okay, we got the shape of the dog, of the logo. Okay, നമ്മൾ ജസ്റ്റ് അത് എടുത്ത് മാറ്റി വെക്കുകയാണ്. ഓക്കെ, ഇതൊരു സ്ട്രോക്ക് ആണല്ലേ നിങ്ങൾക്ക് പറഞ്ഞ പോലെ. അപ്പൊ നമുക്ക് ഇത് എന്താക്കി മാറ്റണം, ഇനി ഫിൽ ആക്കി മാറ്റണം. സോ ജസ്റ്റ് ഒന്നിക്ക് ഇവിടെ നമുക്ക് ടോഗിൾ ചെയ്യാൻ പറ്റും ബിറ്റ്വീൻ സ്ട്രോക്ക് ആൻഡ് ഫിൽ. അല്ലെങ്കിൽ ഇവിടെ പോയിട്ട് നമുക്ക് സ്ട്രോക്കും ഫില്ലും മാറ്റാൻ പറ്റും. ഡയറക്ട്ലി ഇവിടെ മാറ്റാം, ഓർ ഇവിടെ മാറ്റാം. ശരി, ഇപ്പൊ ബ്ലാക്ക് മതി, ഇവിടെ കിടന്നോട്ടെ. ഇനി ഈ നോട്ട്സ് നമ്മൾ ഫില്ല് ബ്ലാക്ക്. നെക്സ്റ്റ് ഞാൻ ഇവിടെ രണ്ടും കൂടി യൂണിയൻ ചെയ്തു. പാത്ത് ഫൈൻഡറിൽ പോയി യൂണിയൻ ചെയ്തു. ഓക്കെ, നൗ ഇറ്റ്സ് ഷേപ്പ്. ഒരു ലോഗോ ആയി നമുക്കിപ്പോ. ഓക്കെ, അങ്ങനെയാണ് ഷേപ്പ് ബിൽഡർ ടൂൾ ഉപയോഗിച്ച് സ്കെച്ച് വൈസ് നമുക്ക് മെഷർമെന്റ്സ് ഒക്കെ വെച്ചിട്ട് ലോഗോ റെഡി ആക്കുന്നത്. ഓക്കെ, പിന്നെ പറയാനുള്ളത് എന്താണ്, ഞാനൊരു പുതിയൊരു ആർട്ട് ബോർഡ് ക്രിയേറ്റ് ചെയ്തു യൂസിങ് ആർട്ട് ബോർഡ് ടൂൾ. ന്യൂ ആർട്ട് ബോർഡ് ക്രിയേറ്റ് ചെയ്തു. ഞാൻ ഈ ഒരു ടെക്സ്റ്റ്. ഓക്കെ, ആയോ? ഇപ്പോൾ ഐ വാണ്ട് ടു മേക്ക് ദിസ് ഫിൽ ഓഫ് ദിസ് ടെക്സ്റ്റ് ആസ് എ ഗ്രേഡിയന്റ്. ഒരു ഗ്രേഡിയന്റ് കൊടുക്കണം. ഒരു ഗ്രേഡിയന്റ് കൊടുക്കണമെങ്കിൽ ഇതിപ്പോ ഫിൽ കളർ സോളിഡ് കളർ കൊടുക്കുന്നത്. ദിസ് ടെക്സ്റ്റ് ഈസ് നൗ a solid color, so I want to change the color of the text to a gradient. So first of all, go to the properties panel, window properties, then change the color, change the fill of the shape to none. Okay, then go to window appearance. So we got an appearance window here. Then select a new fill. Here we have a new fill. Create a new fill and select gradient from the new fill. Sorry, here is no gradient. So anyway, ഏതെങ്കിലും ഒരു ഷേപ്പ്, ഏതെങ്കിലും ഒരു ഫിൽ ക്രിയേറ്റ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ഇവിടെ പോയിട്ട് ഗ്രേഡിയന്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. സോ ഹിയർ വി ക്രിയേറ്റഡ് എ ന്യൂ ഫിൽ ആൻഡ് then go to gradient tool and just double click into the shape so that we get a gradient. Then change the gradient color here with this color dots like this. Okay, fine. ഓക്കെ, അങ്ങനെയാണ് സാധനം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇനിയിപ്പോൾ വേറൊരു സാധനം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, I just created another artboard, small artboard here. Then what? I just created my new text here, just copying this text. Okay, just
change that to months rank. Okay. Okay, I just created a circle, an ellipse here. Okay. ഞാനൊരു എലിപ്സ് ക്രിയേറ്റ് ചെയ്തു. എനിക്ക് ഇനി ഈ ഒരു ഷേപ്പ് എലിപ്സിലേക്ക് അറ്റാച്ച് ചെയ്യണം. അതെങ്ങനെയാണ് പറഞ്ഞുതരാം. ഓക്കെ, ഇത്രയും വേണ്ട അല്ലേ? ഓക്കെ, ലോഗോ മാത്രം നോട്ടെ. ഓക്കെ, ഈ ലോഗോ എന്നുള്ള ഈ ഒരു ഫോണ്ട് ഐ വാണ്ട് ടു ഇന്റഗ്രേറ്റ് ദിസ് ലോഗോ ഇൻ ടു ദ ന്യൂ എലിപ്സ്. സോ ഹി സീ വാട്ട് ഹാപ്പൻസ് വെൻ ഐ ചേഞ്ച്. ഞാൻ ചേഞ്ച് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കും നോക്കിക്കോ. ഞാനിപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ഒരു എലിപ്സിന്റെ കളർ മാറ്റി. ഓക്കെ, ഞാൻ അത് ലോഗോയുടെ ടെക്സ്റ്റിന്റെ മുകളിൽ ടോപ്പ് കൊണ്ട് വെച്ചു. എനിക്കിത് രണ്ടും സെലക്ട് ചെയ്യാൻ പറ്റും. സോറി, ഇത് സെലക്ട് ചെയ്തു, ഫോണ്ട് സെലക്ട് ചെയ്തു. ദെൻ ഐ ഗോ ടു ഒബ്ജക്ട്, envelope distort, make with top object. Sorry, just select the two objects. Object, envelope distort, make with top object. കണ്ടോ, അതൊരു that text is got integrated into my new ellipse. So അതുപോലെ നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റും. ലൈക്ക് വാട്ട്, ഞാനൊരു ഡയമണ്ട് ക്രിയേറ്റ് ചെയ്തു. ഇതോടെ ഞാനൊരു ഡയമണ്ട് ക്രിയേറ്റ് ചെയ്തു. Then I just down the layer. നമ്മൾ ടോപ്പ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ഒബ്ജക്റ്റ് ടോപ്പിൽ വരണം. സെലക്ടഡ് ദ ബോത്ത് ഒബ്ജക്ട്സ്, ഒബ്ജക്ട്, envelope distort, make with top object like this. Okay, that's fine. Then other what? വേറെ പറയുന്നത് വേറെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഉള്ളത് ഒരു ഇമേജ് ട്രേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ആക്ച്വലി ലോഗോനെ യൂസ് ചെയ്യുന്നതല്ല, ബട്ട് ഞാൻ പറഞ്ഞുതരാം. So we have consider we have a low resolution logo. നമുക്കൊരു ലോ റെസൊല്യൂഷൻ ലോഗോ ഉണ്ടെന്ന് വെച്ചോ. നമുക്ക് ഇത് തന്നെ എടുക്കാം. നമുക്കിപ്പോൾ ഈ ഒരു ഇമേജ്, എനിക്കിപ്പോൾ ഈ ഒരു ഇമേജ് വെക്ടറൈസ് ചെയ്യണമെങ്കിൽ എനിക്കിപ്പം ഷേപ്പ് ചെയ്യേണ്ട ടൂൾ ഉപയോഗിച്ച് വരയ്ക്കണം, അല്ലെങ്കിൽ പെൻ ടൂൾ വെക്കണം. അതല്ലാണ്ട് ഇമേജ് ട്രേസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. പ്രോപ്പർട്ടീസ് പാനലിൽ പോയി കാണാം. ഇമേജ് ട്രേസ് ഇവിടെ, ഇമേജ് ട്രേസ്. ദെൻ ഡീഫോൾട്ട് കൊടുത്താൽ ഇതുപോലെയാവും. ഓക്കെ, that you can change the other options also. High fidelity photo. Wait for this process. Okay, next black and white logo, and we can adjust the settings by increasing and decreasing the threshold, by increasing the corners, paths, noises, etc., and we can have a vector of that low resolution image. Okay, fine. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ബേസിക് സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്തു. ലോഗോസിൽ പ്രധാനപ്പെട്ട ഒന്ന് ലോഗോ നിങ്ങൾ ഒരു ലോഗോ ചെയ്യുമ്പോൾ ആ ലോഗോന് ഡോക്യുമെന്റ് ആവശ്യമുണ്ട്. ലോഗോ ഡോക്യുമെന്റേഷൻ എന്ന് പറയും. അതായത് ഇപ്പോൾ നമ്മുടെ ആപ്ഷൻസിൽ ബാക്കിയുള്ളവർക്ക് ആ ലോഗോയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു ലോഗോ ഡോക്യുമെന്റേഷൻ വിൽ ഹെൽപ്പ് ദം ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ കൺസെപ്റ്റ് ഓഫ് ദ ലോഗോ, ദ മെഷർമെന്റ്സ്, ദ അബ്സ്ട്രാക്ട്, what the measurements behind it, what the orientation behind it. Okay, that all. സോ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ആദ്യം ലോഗോയുടെ ആക്ച്വൽ ലോഗോ, ദെൻ കളർ വേരിയേഷൻ കൊടുക്കാം. ആ ലോഗോയുടെ കളർ വേരിയേഷൻ കൊടുക്കാം. ദെൻ ലോഗോയുടെ നിങ്ങൾ പല സ്ഥലത്തും ഉണ്ടാവും മോക്കപ്പ് എന്ന് പറഞ്ഞിട്ട് ലോഗോയുടെ നമ്മൾ ഒരു ലോഗോ പ്രസന്റ് ചെയ്യുമ്പോൾ ലോഗോയുടെ മോക്കപ്പ് ഉണ്ടാവും. നമുക്ക് അപ്പോൾ ലോഗോയുടെ മോക്കപ്പ് എടുക്കാൻ നമുക്കൊരു ഫ്രീ വെബ്സൈറ്റ് ഉണ്ട്, freepik.com എന്ന് പറയും. I just go to the freepik.com and നമുക്ക് വേണമെങ്കിൽ മോക്കപ്പ് ലോഗോ മോക്കപ്സ് എന്ന് നോക്കാം. I just type logo mockups. Okay, these are all the logo mockups and I can download. Okay, I think download some. Okay, ഞാൻ ഡൗൺലോഡ് വെച്ചിട്ടുണ്ട്. ഞാനിത് ഓപ്പൺ ചെയ്തു. പ്രോബബ്ലി ഒരു PST ഫയൽ ആയിരിക്കും, ഇല്ലുസ്ട്രേറ്റർ ഫയൽ അല്ല, വിൽ ബി ഇൻ PST. സോ വി ഹാവ് ടു എഡിറ്റ് in PST, Photoshop, out of Photoshop. So I just edit the contents. Okay, but yeah, my new logo, I just dragged it into my Photoshop. Just Control+S and save the new mockup so that you can have a presentation of your logo in this mockup like this. So ഇതൊക്കെയാണ്. പിന്നെ വേറെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്തു. പിന്നെയുള്ള എഫക്ട്സ് ആണ്. ഞാനിപ്പോൾ ഒരു എന്താണ് എനിക്കിപ്പോൾ
ഈ ഒരു ലോഗോന് എഫക്ട്സ് പോയാൽ സ്റ്റൈലൈസ് പോയാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഡ്രോപ്പ് ഷാഡോ മീൻസ് ഷാഡോ നോർമൽ ഷാഡോ ആൻഡ് യു ക്യാൻ അഡ്ജസ്റ്റ് ദ ഓഫ്സെറ്റ് ബ്ലേഴ്സ് എക്സെട്ര the blend modes, how the shadow should behave according to the background. So that's a blend mode actually. Here we can overlay soft light. That's okay. Then we can control the opacity here. Okay, yeah, I got my drop shadow to that B. Then effect stylize. We have inner shadow. Inner shadow means the shadow inside. Okay, let me demonstrate that. Sorry, that's in the glow. Yeah, glow means actually lighting effect. Some of you may know. Then feather. Feather means you can like this. Yeah, its edge get distorted as a feather. A soft touch to the. Yeah, these are all the, and you can explore various styles, effects from this by clicking and what's trial and error. You can check that. Okay, mini zigzag twist, distort the objective point and blend. Sorry, envelope distort തന്നെ കുറേ ഓപ്ഷൻസ് ആണ്. മേക്ക് വിത്ത് മെഷ്, മേക്ക് വിത്ത് വാപ്പ്. ഓക്കെ, മിക്സ് മെഷ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, വേറെ ഒരെണ്ണം ഞാൻ പറയാൻ പറ്റുമോ വരുന്നുണ്ട്. നിങ്ങളിപ്പോൾ പല അസോസിയേഷൻ എംബ്ലംസ്, ഒഫീഷ്യൽ അസോസിയേഷൻ എംബ്ലംസ് കണ്ടാൽ മിക്കവാറും റൗണ്ടിലായിരിക്കും അല്ലേ, ഒരു റൗണ്ട് ഷേപ്പ് ആയിരിക്കും മിക്കവാറും അധികം എംബ്ലംസും. ഇപ്പോൾ ഒക്കെ പലർക്കും മിനിമലാവുന്നുണ്ട്. പണ്ടത്തേക്ക് നോക്കിയാൽ മിക്കവാറും ഒരുമാതിരി ക്ലീഷേ റൗണ്ട് ആയിരിക്കും. സോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ സ്ട്രോക്ക് 0 ആക്കി. സോ ഐ ഗോട്ട് എ പാത്ത് ഹിയർ. ദെൻ ഐ ഷുഡ് മേക്ക് മൈ ടെക്സ്റ്റ് ഇൻ ടു ദിസ് പാത്ത്. അതിന് നമ്മൾ ഫോട്ടോ ഇല്ലസ്ട്രേറ്ററിൽ ടൈപ്പ് ഓൺ എ പാത്ത് ടൂൾ എന്നൊരു ടൂൾ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്താണ് മൈ ന്യൂ ലോഗോ. And I just like this. Then you can have your emblem right here, etc. That's all. I think that's all the basics from my side. And ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. ഇത്രയും പഠിച്ച സ്ഥാനത്ത് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാം. നിങ്ങൾക്ക് അത് ട്രയൽ ആൻഡ് എറർ ചെയ്ത് നോക്കാം, ചെയ്ത് പഠിക്കാം. അങ്ങനെ തന്നെയാണ് പഠിക്കുന്നത്. ആൻഡ് യു ക്യാൻ യൂട്ടിലൈസ് ദ റിസോഴ്സ് ഫ്രം യൂട്യൂബ്. ദെൻ ഫ്രീ പിക്ക് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഇല്ലുസ്ട്രേറ്റർ ഫയൽസ് കിട്ടും. പോസ്റ്റർ ആണെങ്കിൽ എന്ത് വേണമെങ്കിലും അവിടെ ചുമ്മാ ഒരു കീവേഡ് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ വരും. നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാം, ഡയറക്റ്റ്ലി ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം, ഇല്ലുസ്ട്രേറ്ററിൽ എഡിറ്റ് ചെയ്യാം. അപ്പോൾ അതൊക്കെ നോക്കിയാൽ മതി. ദെൻ ഫോട്ടോഷോപ്പ് മോക്കപ്സ്, അത്രേ ഉള്ളൂ. എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. മോക്കപ്സ് എഡിറ്റ് ചെയ്യാനൊന്നുമില്ല. ജസ്റ്റ് ഇവിടെ ഒരു പ്ലേസ് യുവർ ഡിസൈൻ ഹിയർ എന്ന് പറയും. അതിൽ ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു പുതിയ പേജ് വരും. സോറി, പുതിയൊരു പേജ് വരും. അതിൽ നമ്മുടെ ഡിസൈൻ കൊണ്ട് ഇട്ടിട്ട് Ctrl+S അടിച്ചാൽ നമ്മുടെ ബാക്ക് പേജിൽ അത് എഫക്റ്റ് ആയിട്ടുണ്ടാവും. അങ്ങനെയാണ് മോക്കപ്പ് വർക്ക് ചെയ്യുന്നത്. Then that's all from my side. And if you have any doubts, feel free to ask. And okay, you need any clarification, or you want me to repeat any steps or need any doubt? Nirjana. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. എന്തായാലും റിപ്പീറ്റ് ചെയ്യണോ അല്ലെങ്കിൽ എന്തെങ്കിലും? Or you can use the chat box also. Images add ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണ് ഇമേജസ് ആഡ് ചെയ്യാനോ? ആ ഇമേജസ് ഒക്കെ ചില ഇതിൽ കാണല്ലേ. ഓക്കെ. അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. I just missed it. Thank you. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ആർട്ട് ബോർഡ് ക്രിയേറ്റ് ചെയ്തു. ഞാനൊരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഒരു കളർ കൊടുത്തു. എക്സ്പാൻഡ് ചെയ്തേക്കാം. ഓക്കെ, ഞാൻ ഇതിലേക്ക് എനിക്കൊരു ഇമേജ് മാസ്ക് ചെയ്യണം. സോ ഒരു ഇമേജ് എവിടെയും ഓക്കെ, ഇമേജ് എടുത്തു ഞാൻ. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ക്ലിപ്പ് ചെയ്യേണ്ട ഇമേജ് എപ്പം ഡൗൺവേർഡ്സ് ആയിരിക്കണം. ഓക്കെ, നമ്മളത് ലെയർ പോയിട്ട്
ആ ഷേപ്പിന്റെ ഡൗൺ ചെയ്ത് മതി. അതായത് ഇവിടെ ഡൗൺ ചെയ്യാം, അല്ലെങ്കിൽ ഇമേജ് എടുത്ത് കൊണ്ടുവച്ചിട്ട് അതിന്റെ മുകളിൽ ഷേപ്പ് വരക്കുകയും ചെയ്യാം. സോ ആയിക്കോട്ടെ, നീ ഷേപ്പ് ചെയ്യുക. എനിക്ക് ഷേപ്പിലേക്ക് ഈ ഇമേജിനെ മാസ്ക് ചെയ്യണമെന്ന് വെച്ചു. So select both the objects, both the image and the shape, then right click, make clipping mask, so that it got clipped into the object, and you can use this in your logo or whatever it be. How do this? Clear or no? Ummu Habiba. ഹലോ, ഞാൻ ഓടിപ്പോയില്ല. ഹലോ, കേക്കാം. ഓക്കെ. അത് ക്ലിയർ ആയി തോന്നുന്നു. കേൾക്കുന്നില്ല? കേൾക്കാം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചു. ഞാൻ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ചാറ്റ് ബോക്സിൽ എങ്ങനെയാലും ചോദിച്ചോളൂ. I'm happy to help you. Feel free to ask. ആർക്കും ഒന്നുമില്ല? It's totally fine. Okay, it's okay. സഞ്ജയ്, ആർക്കും ഡൗട്ട് ഒന്നും ഇല്ല തോന്നുന്നു. Okay. If you have any doubts, just ping me, or you can directly message me or the coordinators. I will be really happy to help you. Okay, that's all from my side. Okay, guys, we'll be sharing the feedback form in the chat box. Kindly feel free to fill the same. And with this, we are winding up this session. Thank you, Sanjay, for that wonderful session. And Thank you, thank Rajana. you all participants for joining us. Thank you all. Good night. Hello. Wait. ഒരു doubt ഉണ്ട്. Oh, Can okay. we animate an image using Illustrator? Okay, Siga, Illustrator is not a tool for animation. We can have illustration, right? Vector illustration. For animating the image, there's a dedicated software called Adobe Animates, Premiere Pro, then After Effects. And also in Photoshop, we can animate. Photoshop, we can have keyframe animations. But I don't think Illustrator have it. I don't know, and I'm not aware of it. Okay. Oh yeah. Okay, anyundo? Is there an alternative free softwares? Vaishnavi, actually, yeah, എല്ലാവർക്കും ഡൗട്ടുള്ള പോലെ Adobe Illustrator is a paid software, but you can have it as free from many sites. Actually, I'm sharing the download link of the Illustrator. You can directly download Adobe Illustrator, or for the alternative, you can have an alternative in Ubuntu alternative on Inkscape or anything. Then Corel Draw, then there is എന്താണ് Krita like softwares. There's can we make a logo 3D? Yeah, 3D ചെയ്യാൻ പറ്റും. അതിന് 3D എഫക്ട് എന്നുള്ള എഫക്ട് ഉണ്ട്. ആക്ച്വലി ഞാൻ അതങ്ങനെ ചെയ്യാറില്ല, എനിക്ക് ഇഷ്ടമല്ല ആക്ച്വലി മേക്ക് 2D ഇമേജസ്. ഞാൻ അതുകൊണ്ട് 3D അങ്ങനെ റിസർച്ച് ചെയ്തിട്ടില്ല, പക്ഷെ ഇതിലൊരു ഇഫക്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു 3D. So have to work on it. So you can explore it from the YouTube. ഫോട്ടോഷോപ്പിലെല്ലാം 3D ചെയ്യാൻ പറ്റും. 3D ജസ്റ്റ് ഇമേജ് മാത്രം കേട്ടോ. You can't have any perspective of the 3D image or animate the 3D image. We can have only a plain preview of the 3D image. Okay, Janjit, I think that's fine. Okay, any other doubts? Doubt is fine. Feel free to utilize. Anybody? Oh, thank you, Shiga. Actually, you can have your feedbacks in the feedback form, and we will be evaluating. And if needed, we will be conducting more sessions like this for a better session. Maybe for the as well as logo design, we can have graphic design. We can have design, product design, like that. Okay. Thank you, Muhabiba. Thank you.
And thank you all for joining. It was nice to you. Okay, thank you. We'll be also sharing the feedback form in the chat, WhatsApp chat, so you can access through it. Okay. I think we can Yeah, wind yeah. up. No more Uh, doubts. Yeah. Okay, We'll thank explain you. all the upcoming classes for the college. Okay, thank you.